ഞാൻ കുറച്ച് ട്രാവലിംഗ് ഒക്കെ ആയിട്ട് അതും അല്ലെങ്കിൽ കുറച്ച് എനിക്ക് യോഗ ക്ലാസ്സസ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഋഷികേശിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനും കംപ്ലീറ്റ്ലി കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്ലാനൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എവിടെയോ സിനിമ പണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴയോ ഫെയിൻ്റായി കംപ്ലീറ്റ്ലി അത് ഫെയിൻ്റായി പോകുന്നതിന് മുൻപ് എന്നെ ഹരിവരാസനത്തിലേക്ക് രാജേഷ് സാർ വിളിക്കുന്നത്. ഒരു ഫിലിം എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഹാപ്പി സർദാറിൻ്റെ സെറ്റിൽ നിന്നായിരുന്നു. ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. നമ്മളിപ്പോൾ ഒരുപാട് ശ്രമിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളെ വിധിയേറ്റി കളയില്ലേ, നോ ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, വരികയാണെങ്കിൽ വരട്ടെ, നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കും, ആ ഒരു രീതിയിലുള്ളൊരു ലൈനിൽ പിന്നെ അങ്ങോട്ട് പോയി. നമ്മളിപ്പോൾ ഉള്ളത് ഒരു സിനിമാ സെറ്റിലാണ്. ഹരിവരാസനം പുതുതായി പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയാണ്. ആ സിനിമയിലെ നായികയാണ് നമുക്കിപ്പം ഉള്ളത് സിത്താര. സ്വാഗതം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹരിവരാസനം പേര് കേട്ടാൽ തന്നെ ഒരു സ്പിരിച്വൽ ലൈനാണ് നമുക്ക് തോന്നും. അങ്ങനെ ഒരു സിനിമയാണോ ഇത്? അതെ, അത് നമുക്ക് ഹരിവരാസനം പേരിൽ തന്നെ ഉണ്ട് അയ്യപ്പൻ. ഓഫ് കോഴ്സ് ഒരു അതായത് നമ്മളിപ്പോൾ കുറേ സ്പിരിച്വൽ സിനിമകളിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ജോണറിൽ പെടുത്താൻ പറ്റുന്ന സിനിമ തന്നെയാണ്. ജോണർ അങ്ങനെ ചോദിച്ചാൽ ഒരു സ്പിരിച്വൽ ജോണർ എന്ന് നമുക്ക് പറയാം. പക്ഷേ എല്ലാത്തിനും ഒരു കഥയ്ക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ പോർട്രേ ചെയ്യുന്ന ഒരു ഇൻസിഡൻസിനും ക്യാരക്ടേഴ്സിനും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതും വളരെയധികം വ്യത്യാസമുള്ള ഒരു സ്പിരിച്വൽ ജോണറിൽ വരുന്ന സിനിമയാണ്. സിത്താര നേരത്തെ കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണോ, അല്ലെങ്കിൽ ഒരു പുതുമുഖ നായികയെന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ? പുതുമുഖ നായിക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ 2019 ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, ഹാപ്പി സർദാർ. അതിനുശേഷവും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നതിലൊരു എല്ലാവരും ശ്രദ്ധിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഈ ഒരു സിനിമയായിരിക്കും. ഇതിന് മുൻപേ ഉള്ളതിൽ എനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ അറ്റയറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു വീട്ടമ്മയുടെ ഒരു ഇതാണോ എന്ന് നമുക്ക് സംശയം തോന്നും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ശരിക്കും സിത്താരയുടെ ക്യാരക്ടർ എന്താണ് ഈ സിനിമയിൽ? ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക, ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് നിങ്ങൾ വന്നത്. ഗസ് ചെയ്തതുപോലെ തന്നെ ഒരു വീട്ടമ്മയാണ്, ഒരു കുടുംബം, അച്ഛനും അമ്മയും മോളും ഉള്ള ഒരു കുടുംബം. ആ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഹരിവരാസനം. ഇപ്പോൾ സൈജു കുറുപ്പാണ് നായകൻ. പുള്ളിയുടെ ഇപ്പോൾ ഈ അടുത്ത സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന സിനിമകളാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന പുള്ളി കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും. കാരണം കഴിഞ്ഞ് നമ്മളിപ്പോൾ ആടിലൊക്കെ കണ്ടതുപോലെ അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിലൊക്കെ കണ്ട പോലത്തെ ഒരു ക്യാരക്ടർ ആവണം എന്നില്ല ഇതിൽ. എന്താണ് ശരിക്കും ഈ സിനിമയുടെ ഒരു അങ്ങനെ ചോദിച്ചാൽ സൈജു ചേട്ടൻ വളരെ ഫ്രണ്ട്ലിയാണ് ആള്, എല്ലാവരും പറയുന്ന പോലെ. എനിക്കിപ്പം കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യും, നമ്മളൊരു ഷോട്ടിൻ്റെ സമയത്ത് ഡിസ്കസ് ചെയ്യുന്നതും. അതുപോലെ തന്നെ വലിയ ഹിറ്റുകൾക്ക് ശേഷമാണ് സൈജു ചേട്ടൻ വരുന്നത്. പുള്ളിക്ക് അങ്ങനത്തെ ജാടയൊന്നുമില്ല കേട്ടോ. എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ്. ആൻഡ് അദ്ദേഹം തുടർന്നു കൊണ്ടിരിക്കുന്ന ആ ഒരു വിജയം തുടർന്ന് ഈ സിനിമയിലൂടെ ഹരിവരാസനത്തിലും ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് വിഷ് ചെയ്യുന്നത്. IPL ഒക്കെ ആയിരുന്നു. അപ്പോൾ അതെങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി 2019 മുതൽ സ്റ്റാർ സ്പോർട്സിൻ്റെ ഒഫീഷ്യലാണ്. ISL ആയിരുന്നു ആദ്യം ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ISL 3 സീസണിന് ശേഷമുണ്ട് IPL ചെയ്യാനായിട്ട് തുടങ്ങി. സ്പോർട്സുമായിട്ട് വലിയ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല, എനിക്ക് വലിയ അത്ലറ്റൊന്നുമല്ല, അതിനെ പറ്റിയിട്ടുള്ള അധികം അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അതിനുശേഷം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് തുടങ്ങിയത് ഞാൻ അതിൽ നിന്നാണ്. അതിനെപ്പറ്റി പഠിക്കുക, ഒരു സ്പോർട്ടിനെ പറ്റി പഠിക്കുക, അങ്ങനെ ഇത്ര വർഷമായിട്ട് ഇങ്ങനെ ഇത് രണ്ടും മാറി മാറി ചെയ്ത് അതായിരുന്നു മെയിനായിട്ട്. ആരെങ്കിലും പറയുകയാണെങ്കിൽ ഐ എം ദിസ്. ഈ സിനിമയിലേക്ക് വരണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ നേരത്തെ 1-2 സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടീസിങ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ശ്രമിച്ചിരുന്നോ? സിനിമയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം പണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എപ്പോഴോ പോയ ഒരാഗ്രഹമായിരുന്നു സിനിമ എന്നുള്ളത്. ഞാൻ കുറച്ച് ട്രാവലിംഗ് ഒക്കെ ആയിട്ട് അതും അല്ലെങ്കിൽ കുറച്ച് എനിക്ക് യോഗ ക്ലാസ്സസ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഋഷികേശിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനും കംപ്ലീറ്റ്ലി കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്ലാനൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എവിടെയോ സിനിമ പണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴയോ ഫെയിൻ്റായി കംപ്ലീറ്റ്ലി അത് ഫെയിൻ്റായി പോകുന്നതിന് മുൻപ് എന്നെ ഹരിവരാസനത്തിലേക്ക് രാജേഷ് സാർ വിളിക്കുന്നത്. എങ്ങനെയാണ് ശരിക്കും ഈ സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? ത്രൂ ഓഡിഷൻ ആയിരുന്നു. 3 റൗണ്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു. 4ാമത്തെ റൗണ്ടിലാണ് എനിക്ക് കൺഫർമേഷൻ എനിക്ക് കിട്ടുന്നത്. നമ്മൾ കൺഫേം ചെയ്യാണ്, സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഈ ശരിക്കും സിത്താരയുടെ ബേസ് എവിടെയാണ്? ശരിക്കും ഞാൻ വാഴക്കുളമാണ്.
തൊടുപുഴ വാഴക്കുളം. അവിടെ ശരിക്കും നാട്ടുമ്പുറമാണ്. ഓ അവിടെ അങ്ങനെ അധികം സിനിമയിലേക്കൊക്കെ എത്തിയ ആളുകളൊക്കെ കുറവായിരിക്കും തോന്നുന്നല്ലേ. തോന്നുന്നു. ഇപ്പോൾ ഈ യൂട്യൂബിൻ്റെയും സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു കാലമാണല്ലോ. അപ്പോൾ ഒരു എത്രത്തോളം ഒരു എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ? ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ. അതുമല്ലെങ്കിൽ എന്താ റീൽസ് ക്രിയേറ്റ് ചെയ്യാനായിക്കോട്ടെ, നമ്മൾക്കുള്ള അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കാനായിക്കോട്ടെ, ആളുകൾ നല്ലതാണെന്ന് പറയുമ്പോൾ ഞാൻ അത് എൻജോയ് ചെയ്യാറുണ്ട്. ആളുകൾ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുമ്പോൾ ഞാൻ അതും നോട്ടീസ് ചെയ്യാറുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ നല്ല നിൽക്കുന്ന ഒരാളാണ്. സജീവമാണ്. ഈ ഇപ്പോൾ ഈ നമ്മൾ കുറേ ട്രോൾസും ഇപ്പോൾ സൈജു കുറുപ്പിൻ്റെ ഒപ്പമൊക്കെ അഭിനയിക്കുമ്പോൾ പുള്ളിയുടെയൊക്കെ ഒരുപാട് ട്രോൾസൊക്കെ വരുമല്ലോ. ശരിക്കും ഒരുപാട് എൻജോയ് ചെയ്തൊരു ട്രോൾ ഓർക്കാൻ പറ്റുമോ അങ്ങനെ? ആസ് ഓഫ് നോ എനിക്ക് ട്രോള് കിട്ടിയതൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആകെ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ 2019 ISL ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു ട്രോള് കിട്ടിയിട്ടുള്ളത്. ട്രോൾ അത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ട്രോള്, കളിയാക്കലൊന്നുമല്ല, നല്ലൊരു ട്രോളായിരുന്നു. അതായത് ഷൈജു ദാമോദരനും ജോപ്പോളഞ്ചേരിയും ഇരുന്നിട്ട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ അബൌട്ട് ഫുട്ബോളിനെ പറ്റി നമുക്ക് ചോദിക്കാം ആളുകൾക്ക്. അപ്പോൾ അതിൽ ആരോ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രീ ഷോയുടെ കൂടെ ഇരിക്കുന്ന പെൺകുട്ടിയുടെ പേരെന്താണെന്ന് പറയാമോ ചേട്ടാ. അതായിരുന്നു എൻ്റെ ഓർമ്മയിൽ വന്ന ഫസ്റ്റ് ട്രോള്. പിന്നീട് വേറെ വന്നതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ സിനിമ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സാധനങ്ങൾ നമ്മളിനി ഒരുപാടുണ്ടാക്കാൻ ഇനി ഐഡിയ ഒന്നും ആർക്കും കൊടുക്കണ്ട. അല്ല, സ്വാഭാവികമാണല്ലോ. നമ്മളൊരു സിനിമ വരുമ്പോൾ പോസിറ്റീവായിട്ടും കുറേ സാധനങ്ങൾ വരും, പിന്നെ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് നെഗറ്റീവായിട്ടുള്ള കുറേ സാധനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഈ ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ, അല്ലെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും ഒരു ബോധർ ചെയ്യാറുണ്ടോ? എന്നെ അങ്ങനെയൊന്നും ബോധർ ചെയ്യാറൊന്നുമില്ല. ലൈക്ക് ട്രോളുകളല്ലാതെ ആരെങ്കിലും നേരിട്ട് വന്ന് നെഗറ്റീവ് പറയുകയാണെങ്കിലും പോസിറ്റീവ് പറയുകയാണെങ്കിലും ഐ ലിസൺ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇപ്പോൾ ഈ ആദ്യമായിട്ട് സിനിമയിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള എൻട്രി? അതും ഓഡിഷൻ ത്രൂ ആയിരുന്നു. അത് സുദീപ് ജോഷി ആൻഡ് ഗീതിക ഇവർ രണ്ടുപേരുമായിരുന്നു ഡയറക്റ്റ് ചെയ്ത, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ആൻഡ് ഓഡിഷൻ ത്രൂ ആണ് അതിൽ കിട്ടിയത്. ഹാപ്പി സർദാർ, കാളിദാസ് ജയറാമായിരുന്നു ഹീറോ. അങ്ങനെ ആ പടത്തിൽ പെർഫോം ചെയ്യാനായിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ലൈക്ക് അധികമൊന്നുമില്ലായിരുന്നു. ഇറ്റ് വാസ് എ ജോലി ഭയങ്കര എൻജോയ് ചെയ്ത ഒരു സെറ്റായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഒരു ഫിലിം എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഹാപ്പി സർദാറിൻ്റെ സെറ്റിൽ നിന്നായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. അത് കഴിഞ്ഞ് പിന്നെ എന്തുകൊണ്ടാണ് വേണ്ട, അല്ലെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് എടുക്കാമെന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ അധികം നോട്ടീസബിൾ ആയിട്ടുള്ള സിനിമയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കിട്ടാത്തതുകൊണ്ടാണോ പിന്നെ മാറി നിൽക്കാമെന്ന് ആലോചിച്ചത്? പിന്നീട് അങ്ങോട്ട് ക്ഷീണമായി. അതായത് നമ്മളിപ്പോൾ ഒരുപാട് ശ്രമിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ, അതും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളെ വിധിയേറ്റി കളയില്ലേ. ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. വരികയാണെങ്കിൽ വരട്ടെ, നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കും. ആ ഒരു രീതിയിലുള്ളൊരു ലൈനിൽ പിന്നെ അങ്ങോട്ട് പോയി. ഓക്കെ, ഏതായാലും മഴ പെയ്യാണ്. എന്തായാലും സിനിമ വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത്യാവശ്യം ഇപ്പോൾ കുറേ സ്പിരിച്വൽ സിനിമകൾക്കൊക്കെ വലിയ മാർക്കറ്റ് കിട്ടുന്ന, നമ്മൾ ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള സിനിമകൾ. അതുകൊണ്ട് തന്നെ സിനിമ വലിയ വിജയമാകട്ടെ. ഇനി ഇതെൻ്റെ കപ്പ് ഓഫ് ടീ ആണ് എന്ന് ഉറപ്പാക്കട്ടെ. Now this is my cup of tea. Thank you. Thank you.